A+2 സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കരുതിയിരിക്കുക. കാരണം വിജിലൻസ് വ്യാപകമായി നടപടികൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിക്കഴിഞ്ഞു, വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കത്തിൽ പറയാം. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന ഒരു പദ്ധതിയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കയ്യോടെ പിടികൂടുക. അത് ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നാലും ഏത് തരത്തിലായാലും കൈക്കൂലിക്കാരനാണെങ്കിൽ, കൈക്കൂലി വാങ്ങുകയാണെങ്കിൽ പൊക്കുക എന്നുള്ളത് തന്നെയാണ് വിജിലൻസിൻ്റെ ഇപ്പോഴത്തെ പോളിസി. സർക്കാർ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കൈക്കൂലിക്കാർ എന്നുള്ള ഒരു ലിസ്റ്റ് വിജിലൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നോട്ടപ്പുള്ളികളാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് തുടങ്ങിയ റവന്യൂ വിഭാഗം സ്ഥാപനങ്ങളും അവിടുത്തെ ജീവനക്കാരും ഒക്കെയാണ് ഇപ്പോൾ കൂടുതലായും ഈ ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്, പക്ഷേ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പറഞ്ഞ 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതിൽപ്പെട്ട പലരെയും വിജിലൻസ് നോട്ടപ്പുള്ളികളാണ്, പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിജിലൻസ് പിടികൂടലാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ വിജിലൻസിൻ്റെ കയ്യിൽ പെട്ടത് ആരാണെന്നറിയാമോ? ഒരു കാഷ്വൽ സ്വീപ്പറാണ്. താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരു സ്വീപ്പർ, തൂപ്പുകാരനാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, തൂപ്പുകാരൻ കൈക്കൂലി വാങ്ങുമോ എന്ന്. ഇതൊക്കെയാണ് പുതിയ കൈക്കൂലിക്കാരുടെ തന്ത്രങ്ങൾ. നേരിട്ട് വാങ്ങൂല, പകരം ഓഫീസിലുള്ള ആരെയെങ്കിലും തന്ത്രപൂർവ്വം നിയോഗിച്ച് അവനെ കൊണ്ട് കാശ് വാങ്ങിപ്പിക്കും. വിജിലൻസിൻ്റെ പിടിയിൽ വീഴുന്നതാണ് ഈ പാവം ഏജൻസി പണിക്ക്, കൈക്കൂലിയുടെ ഏജൻസി പണി ഏറ്റെടുക്കുന്ന താഴെത്തട്ടിലുള്ള ജീവനക്കാരനും. ഇവിടെ പിടികൂടിയത് ഒരു കാഷ്വൽ സ്വീപ്പറാണ്, ഒരു തൂപ്പുകാരനാണ്. തൂപ്പുകാരനെ നിയോഗിച്ചതാരാണ്? വില്ലേജ് ഓഫീസറാണ്. ആണ് എന്ന് നമുക്ക് തീർത്ത് പറയാമോ? നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് സ്വീപ്പർ തന്നെ പറയണം. അല്ല എങ്കിൽ സ്വീപ്പർ വന്ന് ചോദിക്കണം എങ്കിൽ വില്ലേജ് ഓഫീസർ അറിയാതെ ചോദിക്കുമോ? അതും നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഈ അപേക്ഷ കൊടുത്ത് രാവിലെ അപേക്ഷ കൊടുക്കുന്നു, ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ സ്വീപ്പർ നേരിട്ട് ഈ അപേക്ഷകനെ വിളിച്ചിട്ട് ഞങ്ങൾ സ്ഥലത്ത് എത്തി, ഇതാ നിങ്ങളവിടെ എത്തൂ, നിങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം നൽകുന്നതിന് വേണ്ടി സ്ഥലപരിശോധന ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സ്വീപ്പർ ഈ അപേക്ഷയും കൊണ്ട് സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത അപേക്ഷ സ്വീപ്പറുടെ കയ്യിൽ കിട്ടാനും, സ്വീപ്പർ വന്ന് നോക്കാനും, സ്വീപ്പർ കൈക്കൂലി ചോദിക്കാനും ഒക്കെ ഇട വന്നാൽ വില്ലേജ് ഓഫീസർ അറിയാത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല തന്നെ. വില്ലേജ് ഓഫീസറുടെ അറിവോടുകൂടി ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് നമുക്ക് ഊഹിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിജിലൻസ് പൊക്കിയത് ഈ സ്വീപ്പറെയാണ്. മുമ്പ് വേറൊരു മുനിസിപ്പൽ സെക്രട്ടറിയും ഇതുപോലെ തന്നെയാണ് കൈക്കൂലി വാങ്ങിയപ്പോൾ ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടെയുള്ള ഒരു സാധാ ക്ലാർക്കിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കൈക്കൂലിയും കൊണ്ടുവന്ന ആളിനോട് തൻ്റെ കയ്യിൽ തരേണ്ട, ആ ക്ലാർക്കിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ക്ലാർക്കിനോട് ഈ തുക തൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാനും പറഞ്ഞു. കൈക്കൂലി നൽകിയ സമയം തന്നെ വിജിലൻസ് ഈ സെക്രട്ടറിയുടെ ഓഫീസിനകത്തേക്ക് ഇടിച്ചു കയറുകയും ആ കൈക്കൂലി കയ്യോടെ പിടികൂടുകയും ഈ സെക്രട്ടറിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ കൈക്കൂലി വാങ്ങിയതെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ക്ലാർക്കും കൂടി അകത്തായി എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പണം വാങ്ങാനൊക്കെ ആവശ്യപ്പെട്ടാൽ ആരെങ്കിലും കാശ് കൊണ്ടുവരും, വാങ്ങിച്ചു കൊള്ളണം. വാങ്ങിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പണി ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതെല്ലാം കൈക്കൂലി പണമാണ്. ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇത്തരം വൃത്തിഹീനമായ കാര്യങ്ങൾക്ക് നിങ്ങൾ കൂട്ടു നിൽക്കേണ്ടതില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുന്നു. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. പത്തനംതിട്ട ജില്ലയിലെ കൂരമ്പാല എന്ന് പറയുന്ന വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ വിജിലൻസ് ഓപ്പറേഷൻ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാഷ്വൽ സ്വീപ്പറിൻ്റെ പേര് ജയപ്രകാശ്, കെ ജയപ്രകാശ് എന്ന വ്യക്തിയാണ്. കൈക്കൂലി വാങ്ങിയത് 1000 രൂപയാണ്. വാങ്ങിയത് 29/4/2025 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ്, ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ എന്നാണ് നിങ്ങൾ കാണുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഡേറ്റ് പറയുന്നത്. 29/4/2025. ചിലപ്പോൾ വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്ക് പിന്നീട് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റിൽ വ്യത്യാസം ദിവസം തലേന്ന് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് 29/4 എന്ന് എടുത്തു പറയുന്നത്. ഏപ്രിൽ മാസം 29-ാം തീയതി. കൊല്ലം
ആനയിടി സ്വദേശിയാണ് ഇതിലെ പരാതിക്കാരൻ. പരാതിക്കാരൻ്റെ ആവശ്യം കൂടി നിങ്ങൾ കേൾക്കുക. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള കൂരമ്പാല വില്ലേജിലെ തന്നെ 2.5 ഏക്കർ സ്ഥലം പണയം വെച്ച് ഇദ്ദേഹം ബാങ്ക് ലോൺ എടുക്കുന്നതിനായി തീരുമാനിക്കുന്നു. സുഹൃത്ത് സമ്മതിച്ചു. സുഹൃത്ത് ഈ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭൂമി പണയപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഭൂമി പണയം വെക്കുമ്പോൾ നമ്മൾ FM സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ചും ഒക്കെ ബാങ്കിന് കൊടുക്കണം. ഇത് തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ട് ഈ പരാതിക്കാരൻ, ഇപ്പോൾ വിജിലൻസിലേക്ക് പരാതി കൊടുത്ത ഈ വ്യക്തി ഈ വില്ലേജ് ഓഫീസിലേക്ക് അപേക്ഷയുമായി പോകുന്നു. എന്തിനു വേണ്ടിയാണ്? FM സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ചും. എന്തിനു വേണ്ടിയാണ്? ഭൂമി പണയം വെച്ച് ലോൺ എടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ഏകദേശം ഈ വൈകുന്നേരമായപ്പോൾ ഇത് പരിശോധിക്കാൻ വേണ്ടി സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താതിരിക്കാം, അതവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെയാണ്. എന്തായാലും വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തതിന് ശേഷം സ്വീപ്പർ വൈകുന്നേരം ഇദ്ദേഹത്തിനെ വിളിക്കുന്നു. നിങ്ങളുടെ സ്ഥലം നോക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്, അവിടെ വരണം. അദ്ദേഹം പോകുന്നു. സ്വീപ്പർ അവിടെ എത്തുന്നു, വസ്തു നോക്കുന്നു. ശരി, നിങ്ങൾക്ക് ലൊക്കേഷൻ സ്കെച്ചും FM സ്കെച്ചും ഒക്കെ തരാം, 1500 രൂപ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ കൈക്കൂലി ആവശ്യപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 1500 രൂപ ഇയാൾ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇനി ഞാൻ ഇത് ശരിയാക്കിയിട്ട് നിങ്ങളെ വിളിക്കും, അപ്പോൾ നിങ്ങൾ ഓഫീസിൽ വന്ന് ഇന്നോ നാളെയോ തന്നെ ശരിയാക്കി തരാം, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരണം. വരുമ്പോൾ 1000 രൂപ കൂടി നിങ്ങൾ കൊണ്ടുവരണം. അത് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അത് എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ കൊടുത്തോളാം. ഇതാണ് ഈ സ്വീപ്പർ, ഈ കാഷ്വൽ സ്വീപ്പർ ഈ പരാതിക്കാരനോട് പറയുന്നത്. പരാതിക്കാരൻ സമ്മതിച്ചു. വൈകുന്നേരം തന്നെ പരാതിക്കാരൻ വിജിലൻസ് ഓഫീസിലേക്ക് പോയി. മിടുക്കനായ ഒരാളാണ്. ഞാൻ ഈ വിജിലൻസിലേക്ക് പരാതി കൊടുക്കുന്ന ആളുകളെല്ലാം മിടുക്കരെന്ന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ, ഈ സാക്ഷര കേരളത്തിൽ ഇനിയും ശമ്പളം കിട്ടിയിട്ട് പോരാ, കിമ്പളം വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ നിരവധിയാണ്. ഇവരെയൊക്കെ ഈ ഇടത് ഗവൺമെൻറ് വന്നപ്പോൾ തന്നെ കയ്യോടെ പൊക്കുമെന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും വലിയ ഒരു നീക്കമൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് വാസ്തവം. ഇപ്പോൾ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കാറായപ്പോഴാണ് ഇപ്പോൾ ചില ശക്തമായ നീക്കങ്ങൾ നടത്തുന്നത്. എല്ലായിടത്തും വ്യാപകമായ കൈക്കൂലി ഇപ്പോഴും നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. എന്തായാലും വൈകുന്നേരത്തോടു കൂടി വിജിലൻസിനെ വിവരമറിയിക്കുന്നു. വിജിലൻസ് ഇദ്ദേഹത്തിന് ഈ അവരുടെ നിലയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 1000 രൂപയുടെ നോട്ട് ഏൽപ്പിക്കുന്നു. ഈ 1000 രൂപയുടെ നോട്ട് വൈകുന്നേരം കൂരമ്പാല വില്ലേജ് ഓഫീസിൽ വെച്ച് പരാതിക്കാരൻ കൈമാറുമ്പോൾ കയ്യോടെ പിടിക്കുന്നു. കയ്യോടെ പിടിച്ചാൽ നമുക്കറിയാമല്ലോ, തീർച്ചയായിട്ടും വിജിലൻസ് നേരിട്ട് പിടിക്കുന്നതാണ്. നേരിട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് തന്നെ പിടികൂടപ്പെടുന്നു. കൈക്കൂലി തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ട് പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ പിടികൂടുന്നത്. ഇതാണ് ഇന്നലെ പത്തനംതിട്ട നടന്നത്. ഇത് നിങ്ങൾക്കും ഇതുപോലെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ച് കാശ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. വിജിലൻസിനെ അറിയിക്കാം, ഇവരെ വിജിലൻസിലേക്ക് കൊടുക്കുകയും ചെയ്യാം. കാരണം ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥനല്ലേ, അവർക്ക് അത് പോരാ എന്ന് പറഞ്ഞാലോ. ഒരു കാഷ്വൽ സ്വീപ്പർ, നേരിട്ട് ഈ വിഷയവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കാഷ്വൽ സ്വീപ്പറാണ്, ഒരു തൂപ്പുകാരനാണ് ഈ FM സ്കെച്ചും അതുപോലെ ലൊക്കേഷൻ സ്കെച്ചും കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. ആഫീസിലെ ആരെങ്കിലും ഒരാളിനെ ഏൽപ്പിക്കുന്നു, ബിനാമിയായിട്ട് ഏൽപ്പിക്കുന്നു, അയാൾ കൈക്കൂലി വാങ്ങുന്നു, മുകളിലേക്ക് എത്തേണ്ടിടത്ത് എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലും അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അവിടെ ഈ ശരിക്കു പറഞ്ഞാൽ സബ് രജിസ്ട്രാർ ലീവിലായിരുന്ന സമയം അവിടുത്തെ സൂപ്രണ്ടാണ്, ജനറൽ സെക്ഷൻ സൂപ്രണ്ടാണ് ഒരു ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ 10 ലക്ഷം രൂപയോളം ഒതുക്കിയെടുത്തത്. ഫ്ലാറ്റിൻ്റെ ഈ തണ്ടപ്പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് വിജിലൻസ് പിടികൂടി ഇപ്പോൾ അതിൻ്റെ നടപടികളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ സ്വീപ്പറാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു നമ്പർ പറഞ്ഞുതരാം. ടോൾ ഫ്രീ നമ്പറാണ്. ഇങ്ങനെ ഒരു കൈക്കൂലി സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ 1064 1064 1064 ഇത് ടോൾ ഫ്രീ നമ്പറാണ്. ഒരു പൈസയും മുടക്കണ്ട. നിങ്ങൾ ഇതിലേക്കൊന്ന് വിളിച്ചാൽ വിജിലൻസ് നിങ്ങളോട് എത്താൻ പറയും. എത്തുക, വിവരങ്ങളെല്ലാം സംസാരിക്കുക, ബാക്കി അവർ ചെയ്തുകൊള്ളും. വേറൊരു നമ്പർ കൂടെ പറയാം. അത് മൊബൈൽ നമ്പറാണ് 8592900900
8592900900 10 നമ്പറാണ്. വാട്സാപ്പ് നമ്പർ കൂടി പറഞ്ഞുതരാം. 9447789100 9447789100. ഇത് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ അവർ എല്ലാ കൃത്യമായ ഡയറക്ഷൻ നിങ്ങൾക്ക് തരും. അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു കാര്യം കൂടി പറയാം. വിജിലൻസ് ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ട്രാപ്പ് കേസുകളിലൊക്കെ തന്നെ അവരുടെ വാർത്തകളിൽ പരാതിക്കാരൻ്റെ പേര് വെളിപ്പെടുത്താതെ തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സജീവ ആളുകളുടെ ശ്രദ്ധയിൽ വരുമെന്നോ നിങ്ങൾ കുടുങ്ങിപ്പോകുമെന്നോ എന്നും കരുതിയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഈ സമൂഹത്തിലെ ഒരു സാമൂഹ്യ ജീവിയാണ്. നിങ്ങൾക്ക് ഒരു സോഷ്യൽ റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആർക്കും കൈക്കൂലി കൊടുക്കേണ്ടതില്ല. കാരണം ഈ നടപടിക്രമങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടോ നിയമം തെറ്റിച്ചുകൊണ്ടോ ഉള്ള ഒരു കാര്യമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ഭൂമിയുടെ ഒരു FM സ്കെച്ചും ലൊക്കേഷൻ സ്കെച്ചുമൊക്കെ കിട്ടേണ്ടത് നിങ്ങളുടെ റൈറ്റാണ്. ഈ അവകാശം ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി തന്നാലേ നൽകൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് അനുവദിച്ചു കൊടുക്കാൻ ഒരു പൗരനും തുനിയരുത് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ നമ്പറുകൾ സൂക്ഷിച്ചു വയ്ക്കുക. എവിടെയായാലും ഏത് സർക്കാർ ഓഫീസിലായാലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞാൻ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കണം. ഇത് വിജിലൻസ് തന്നെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഈ നമ്പർ വ്യാപകമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ദയവായി ഷെയർ ചെയ്യുക. ഈ ചാനലിൽ ഇനിയും ഇതുപോലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒട്ടേറെയുണ്ട്. അതിൽ മുൻപ് ചില എപ്പിസോഡുകൾ ചെയ്തിരുന്നു. ഇനിയും തുടർച്ചയായി അത്തരം എപ്പിസോഡുകൾ ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുക്കളുമൊക്കെ ഇത് കണ്ടിരിക്കുന്നത് നല്ലത്.